ಕನ್ನಡ ಹೇಳಿ. ಬೇಗ ಬೇಗ ಬನ್ನಿ ಬನ್ನಿ ಬೇಗ. റൈറ്റ് റൈറ്റ്. സുബൈക്ക് തന്നെ ഇത് ആരാണപ്പാ? ഇനിയിപ്പോ ഇടത്തോട്ടോ വലത്തോട്ടോ? ചേച്ചിയോട് വന്നിട്ടുള്ളതല്ലേ? അത് ചാച്ചന്റെ കൂട്ടത്തിലല്ലേ? കൊല്ലം എത്രയായി? ബെസ്റ്റ്. നമുക്ക് ചായക്കടയിൽ ചോദിച്ചു നോക്കിയാലോ? എക്സ്ക്യൂസ് മീ ലു. അതേ ലുലു. ഇല്ലിലു ഒന്തലു ഒരലു ഒരലല്ല രണ്ടലു ടീച്ചർമാരിലു താമസിക്കലു. എന്തൂട്ടി പറയണേ? ദുനിയാവിലെ ഏത് ഭാഷ ഇത്? അയ്യോ മലയാളി. പടച്ചോനെ കൊഴപ്പായ? അതല്ല മലയാളിയാണല്ലേ. മലയാളി ഇല്ലാത്ത സ്ഥലം ഏതാ ഈ ദുനിയാവില്? അല്ല ഇങ്ങക്ക് ഇപ്പൊ എങ്ങട്ടാ പോണ്ടിയത്? ഈ സ്വർഗത്തിലേക്കുള്ള വഴി. പടച്ചോനെ 10-60 കൊല്ലായിട്ട് അത് തന്നെയാണ് മോളെ ഞമ്മളും അന്വേഷിക്കുന്നത്. സ്വർഗം എന്നുള്ളത് വീടിന്റെ പേരാ. ഇവിടെ അന്നെന്നും ആലിസെന്നും പേരുള്ള റിട്ടയർഡായ 2 ടീച്ചർമാര് താമസിക്കുന്ന. ഓ അങ്ങനെ പറ. ഞമ്മടെ ടീച്ചർമാരിക്കടെ സ്വർഗം. ദേ ഇവിടുന്ന് കിഴക്കോട്ടൊരു പർലോങ് പോയാ വലത്തോട്ടൊരു ബയ്യുണ്ട്. അതിലെ നേരെ വെച്ച് പിടിച്ച കൂർഗിപ്പാറ. അവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞ പച്ചക്കുന്ന്. പച്ചക്കുന്ന് കയറി ചെല്ലണത് നിങ്ങൾ പറഞ്ഞ സ്വർഗത്തിലോട്ടാണ്. അധികം ദൂരമുണ്ടോ? ഇപ്പൊ പോയാ ഇന്ന് തന്നെ എത്തും. അങ്ങോട്ട് വണ്ടി വല്ലതും? അബരിക്കടെ വണ്ടിയും പള്ളിയിലച്ഛന്റെ വണ്ടിയും മാത്രമേ ആ ബൈക്ക് പോലുള്ളൂ. അതും വല്ലപ്പോഴാ. പിന്നെ വേണമെങ്കിൽ ദൈവം കൊണ്ടുവന്നാക്കും. ರಾಚಯ್ಯ ಇವನ್ನು ನನಗೆ ಟೀಚರ್ ಮನೆ ಇದ್ದದಲ್ಲ ಅಲ್ಲಿ ಬಿಟ್ಟು ಬಿಡು. ಹೋಗದರೆ ಸೊನ್ನಾಗಿಲ್ಲ 15 രൂപ കൊടുಬೇಕು. എന്താണ് ബൈ മോശാണ്. 15 ഉറുപ്പ്യ വേണമെന്നാ പറയണേ. എത്ര വേണമെങ്കിലും കൊടുക്കാം. അതല്ല അവരിന് കൊടുവാ. നീ മുതൽ പോകുക. ബന്നി. പന്നിയാ? ആരാടാ പന്നി? ഏയ് ചെല്ലാൻ പറഞ്ഞതാ. ചെന്നി ചെന്നി. താങ്ക്സ്. അല്ല ഡാൻസും പറഞ്ഞ് പോവേണ? ചായ വേണ്ടേ? ഇപ്പൊ വേണ്ട. നമ്മടെ കട പിടിച്ചിട്ടുണ്ടാവില്ലല്ലേ? അയ്യോ അതുകൊണ്ടല്ല. മാതാവേ, നമ്മൾ നേപ്പാളിലെത്തിയ? ഇവിടെ ഒരു ടിബറ്റൻ കോളനി ഉണ്ടെന്നാ പറയുന്നേ. അതിന്റെ ആൾക്കാരായിരിക്കും. ഞാനും ആദ്യമായിട്ട് കാണുക. നല്ല ചുളു ചുളാന്നുള്ള കാറ്റാ. ആ കടയിൽ നിന്ന് ഒരു ചായ കുടിക്കായിരുന്നു. ടീച്ചർമാരുടെ അടുത്തെത്തിയ നല്ല അസല് ചായ കിട്ടും. അന്ന ടീച്ചർ ഇടുന്ന ചായക്ക് നല്ല ടേസ്റ്റാ. ഒന്ന് മതിയാക്കോ? വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ മുതൽ തുടങ്ങിയതാ ടീച്ചർമാര് സ്തുതിഗീതം. അതേടാ ഞാൻ പറയും. അത്രയ്ക്ക് ജീവനായിരുന്നു എന്നെ. താഴത്തും തലയിലും വെക്കാതെ നിന്നെ ഒരുപാട് പുന്നാരിച്ചിട്ടുണ്ട്. നേരിട്ട് കാണുമ്പോ നിനക്കും ബോധ്യാവും. ശരിക്കും മാലാഖമാരാ. മാലാഖമാര് ഇപ്പോഴും ജീവനോടെ ഉണ്ടോ അതോ ശരിക്കും സ്വർഗത്തിലേക്ക് പോയിട്ടുണ്ടാവോ? ഒരൊറ്റ വീക്ക് വെച്ചെന്നാലുണ്ടല്ലോ. ഈ സമയത്ത് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടായത് ഭാഗ്യാണെന്ന് കൂട്ടിക്കോ. ആക്രാന്തം 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 കാണിക്കാതെ ഇതൊന്നും ആരും എടുത്തോണ്ട് പോയില്ല. ഇവിടെ തന്നെ കാണും. പതുക്കെ പതുക്കെ കുടിച്ചോ. ഞാൻ ഒറ്റക്കല്ല, 2 അമ്മമാരും കൂടി. ഓഹോ, 2 ആൾക്കും ഇതൊന്നും തിന്നാൻ വയ്യാത്തോണ്ട് ഇവനെ കൊണ്ട് തിരിപ്പിക്കുക അല്ലേ? ആലിസോച്ചമ്മേ ഒന്ന് അങ്ങോട്ടിരുന്നാട്ടെ. ഈ കൊച്ചൻ മനസമാധാനായിട്ട് വല്ലതും വെട്ടി വിഴുങ്ങിക്കോട്ടെ. സോമൻ സമാധാനമായിട്ടിരുന്ന് നിന്റെ ഇഷ്ടത്തിന് കഴിച്ചോ. അയ്യോ എനിക്ക് മതി. ഇപ്പൊ തന്നെ ശ്വാസം മുട്ടറായി. ശിരസി കയറിയ വെപ്രാളത്തിനിടയ്ക്ക് അവൻ നമ്മളെ വിളിച്ചത് നീ ശ്രദ്ധിച്ചോടി ആലീസേ? അമ്മമാരെന്നല്ലയോ? ഒന്നും കഴിക്കുന്നില്ലേ? കഴിക്കും കഴിക്കും. ഷുഗറും പ്രഷറും ഒക്കെ ഉള്ള ആൾക്കാരാ. ദാ ഈ 1 ഗ്ലാസ് പാവയ്ക്കാ നീരും 2 ചപ്പാത്തി അല്ലാതെ വേറെ എന്തെങ്കിലും കഴിച്ചെന്ന് ആ ഹോം നഴ്സ് അറിഞ്ഞ ഈ തറവാടിനെ തല തിരിച്ചു വെക്കും. കൊക്കിലൊതുങ്ങതേ കൊത്താവും മോനെ. ഇതൊക്കെ കഴിക്കാം. അയ്യോ ഇത് ബോളിയാ, മധുരവാ, കഴിക്കാൻ പാടില്ല. ഓ വല്ലപ്പോഴും ഒത്തിരി മധുരം കഴിച്ചെന്ന് വെച്ച് ഒരു കുഴപ്പമുണ്ടാവില്ല. ഞാനല്ലേ തരണേ. അല്ല ഞാൻ വന്നപ്പോ കളഞ്ഞു പോയതെന്തോ തിരിച്ചു കിട്ടിയ സന്തോഷാണെന്നല്ലേ പറഞ്ഞത്? എന്റെ ഒരു സന്തോഷത്തിന് ഒരു ഓസ്തിയോളം മതി. എന്തേ? കൈകളിൽ അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടിങ്ങനെ അരുൾ ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു.
ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ. ഇവൻ പെട്ടെന്ന് 2 പെട്ടി വാങ്ങിപ്പിക്കുമേ. എന്റെ മാതാവ്, ഞാൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ആ വെറുതെ അല്ല രണ്ടാൾക്കും ബംഗ്ലാവിൽ നിന്ന് പുറത്തിറങ്ങാൻ ശേഷിയില്ലാത്തത്. ഇതുപോലെ ഓരോ ലോഡും ഗുളികയും മരുന്നും കഴിച്ച് ഈ 2 ഉണക്ക ചപ്പാത്തിയും തിന്നുകൊണ്ടിരുന്ന കർത്താവിനാണെങ്കിൽ പോലും ഈ കസേരയിലിരുന്ന് ഇങ്ങനെ ആടാനേ പറ്റുള്ളൂ. എന്നാത്തിനാ നീ ഇതൊക്കെ എടുത്തോണ്ട് വന്നേ? ഉത്തരവാദിത്തപ്പെട്ടവര് പോയ വഴിക്കാണെങ്കിൽ പിന്നെ എടുക്കാതെ എന്ത് ചെയ്യും? എനിക്ക് എന്റെ അമ്മമാരെ നോക്കാതിരിക്കാൻ പറ്റുമോ? കിക്കിലി ചേർത്തി എവിടെ പോയി? അയ്യോ, ഞാൻ ആ ഹോം നേഴ്സിന്റെ കാര്യം പറഞ്ഞേ. ആ, അവൾ അവളുടെ ഇച്ചായന് സുഖമില്ലാന്ന് അറിഞ്ഞിട്ട് പോയതാ. ഓ, ഇന്നോ നാളെയോ എത്താതിരിക്കുകയല്ല. സോമ, ഹോം നേഴ്സിനെ ഒന്നും പറഞ്ഞേക്കല്ലേ. ദേണ്ടേ ഇവളുടെ വലം കയ്യാ. സോറി, ഞാൻ അറിഞ്ഞോണ്ട് പറഞ്ഞല്ല. അല്ല, അവരവരെ ലിസ്റ്റിൽപ്പെട്ട മരുന്നിന്റെ പേര് പറഞ്ഞാ ഞാൻ എടുത്തു തരാം. എനിക്ക് നല്ല കൈപ്പുണ്യ. വേണമെങ്കിൽ ഇന്ന് മുതൽ ഞാനിവിടുത്തെ ഹോം നേഴ്സും ആവാം. എന്നാ പിന്നെ വെക്കലും വിളമ്പലും ഒക്കെ കൂടി അങ്ങ് ആയിക്കോ. ഞാനങ്ങ് ഒഴിഞ്ഞു മാറി തരാം. വേണ്ടി വന്ന ഞാൻ അതും ചെയ്യും. ചില്ലി ചിക്കൻ, ജിഞ്ചർ ചിക്കൻ, ചിക്കൻ ഫ്രൈ, ബട്ടർ ചിക്കൻ, ചിക്കൻ പുലാവ്, ചിക്കൻ 65 ഇതൊക്കെ ഞാനും ഉണ്ടാക്കും. ചിക്കൻ ചേട്ടത്തി പേടിപ്പിക്കല്ലേ. ചിക്കൻ ചേട്ടത്തി അല്ല, കിക്കിലി ചേട്ടത്തി. ആദ്യം പേര് പറഞ്ഞു പഠിക്കടാ കോമ. അയ്യോ, അങ്ങനെ ചൂടാവല്ലേ. ദേഷ്യം പിടിക്കുമ്പോ കിക്കിലി എടുത്തിട്ട് മുഖം കാണാൻ എന്ത് രസാ. അല്ല, ഏതൊരു സിനിമാ നടിയുടെ പോലെ ഉണ്ടല്ലോ അല്ലേ? അവിടുന്ന് അവന്റെ ഒരു സത്യം പറച്ചില്. വിളി കേക്കുന്നത് ആളെങ്കീർക്ക്. யாரா மாயாண்டியா? தண்ணிக்குள்ள வாடா. വേണ മാസത്തിൽ 2 തവണ കുളിച്ചാല് എനിക്ക് ജലദോഷം വന്നിടും. തന്നെ എനിക്ക് അലർച്ചി. എന്നാ കുറച്ച് വിക്സ് പരട്ടിട്ട് വാ. ഏത് കാത്താനെ എപ്പ പാത്താലും തണ്ണിയിലിറക്ക്. എന്ന് ഞാൻ എൻ്റെ അമ്മയുടെ തലവട്ടം കണ്ടോ അന്ന് തുടങ്ങി എൻ്റെ കഷ്ടകാലം. കിടക്കാൻ സ്വന്തമായിട്ടൊരു കിടപ്പാടം ഇല്ലാന്ന് പറഞ്ഞ് കല്യാണം കഴിക്കാൻ സമ്മതിക്കുന്നില്ല ജന്തുത്തള്ള. കല്യാണം കഴിക്കാതെ ചെറുപ്പക്കാരനായ എൻ്റെ ബോഡി ഫുൾ ടൈം ഹീറ്റായി സ്മോക്ക് വരാൻ തുടങ്ങി. എൻ്റെ റേഡിയേറ്റർ തണുപ്പിക്കാനാണ് ഞാൻ വെള്ളത്തിൽ കിടക്കുന്നത്. ആ ഒരു ദിവസം ആ കിളവി ടീച്ചർമാരെ തല മണ്ണി കുത്തിയ ആ സ്വത്ത് മുഴുവൻ എനിക്ക് കിട്ടും. അപ്പൊ ഞാൻ രാജാവ് മാതിരി. മാത്തൂട്ടിയേ, നീ ഇങ്ങനെ പോത്തിനെ പോലെ വെള്ളത്തിൽ മുങ്ങി കിടന്നോ? ദേ തോട്ടം നോക്കാനേ വേറെ ആണുങ്ങൾ വന്നിരിക്കുന്നു. നീ വേഗം എഴുന്നേറ്റ് വാ. വേറെ ആണുങ്ങളോ? അതാര്? ഇതാ മത്തോത്തി. അല്ല, മാത്തൂട്ടി. ആ, ഇയാളിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നേ? ആള് ശുദ്ധ പാവാ. ഉള്ളിൽ ഒന്നുമില്ല. അതാ ഇങ്ങനെ പൊങ്ങിക്കിടക്കണേ. തള്ളേ അതെല്ലാം പ്രാക്ടീസ്. യോഗാസന. യോഗാസനം അല്ലടാ, ജലാസനം. അതായത് ആസനം ജലത്തിൽ ടച്ച് ചെയ്യാം. നീ കേറി വാടാ. പുതിയ മാനേജരെ എസ്റ്റേറ്റ് മുഴുവനും ചുറ്റിക്കാണിക്കാൻ അന്നക്കുച്ചമ്മ പറഞ്ഞയച്ചിരിക്കുക. ഞാൻ ചെല്ലട്ടെ. എസ്റ്റേറ്റ് മുഴുവനും ചുറ്റിക്കണ്ടേച്ച് വരുമ്പോഴേ വെട്ടി വിഴുങ്ങാൻ എന്തെങ്കിലും വേണ്ടേ? വന്നിരിക്കുന്നു മാനേജര്. ആഹാ, ഇത് സ്റ്റൂളാസന. നീನು ಹೊಸರೇನು? ഏയ്, അങ്ങനെയൊന്നുമില്ല. ഞാൻ അങ്ങനത്തെ ആളല്ല. പേരെന്നാ ചോദിച്ചത്? സോളമൻ. ചോളമൻ. പെരുമാളാ? അപ്പൊ കന്നഡ അറിയത്തില്ലല്ലേ? ഭാഷ അറിയാതെ എസ്റ്റേറ്റിൽ എന്നാ വളർത്താനായി തെണ്ടി? ഭാഷയൊക്കെ ഞാൻ ഒലത്തിക്കോളാം. തുടക്കത്തിൽ ഉടക്കാനാണ് ഭാവമെങ്കിൽ തന്റെ ഈ ക്ലോസറ്റ് കഴിയുന്ന ബ്രഷ് പോലത്തെ തലയുണ്ടല്ലോ, പൊളിച്ചടുക്കി പെട്ടിലാക്കി പേഴ്സണലാക്കി കളയും ഞാൻ. മാനേജറായ ഇങ്ങനെ വേണം. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തല്ലേ. എനിക്ക് ഇവിടെ ഒന്ന് ചുറ്റി കാണണം. ഇവിടെ എന്നാ കാണാനാ? കുറെ മലയും കുന്നും കാപ്പിത്തോട്ടോ ഓറഞ്ചും. ആ, ഇവന്റെ ഭാര്യയുടെ കല്യാണമുണ്ട്. ഭാര്യയുടെ കല്യാണം? ഭാര്യ ഡൈവോഴ്സ് ചെയ്തു? ഇല്ല സാർ, ടൈം കിടക്കലേ. അതൊരു സോക കഥ. ഡൈവോഴ്സ് ചെയ്തിരുന്നെങ്കിൽ അവൾ ഇവനെ വിട്ട് പോകുമായിരുന്നാ? ആദ്യ രാത്രി ഇവനൊന്ന് ഡൈവോഴ്സ് ചെയ്യാൻ നോക്കി, എന്തോ കണ്ട് പേടിച്ച് അവളെ ഓടിപ്പോയി. എന്റെ കയ്യിലെങ്ങനെ ആയിരിക്കണം? മിനിമം ഒരു 500 ഡൈവോഴ്സ് കഴിഞ്ഞ് പിറ്റേ ദിവസം പെറ്റണിട്ടാണ്. ഭയങ്കരമായ ആള്. അതെങ്ങനെയാ? കർത്താവ് അടിവുള്ളവനെ കൊണ്ട് അറിയാൻ പറയില്ലല്ല. അല്ല, ഈ കല്യാണം ഇവിടെ അടുത്താണോ? ഇവിടെ അടുത്താ, തൊട്ടടുത്ത്. സാറ് വരുമോ? സാറ് ഫാമിലി കൂട്ടി മെനഞ്ഞാന്ന് പറഞ്ഞോ. അതായത് നാളെ. അല്ല, നിങ്ങളുടെ ഭാര്യയുടെ കല്യാണത്തിന് പോവോ? നല്ല സാപ്പാട് കിടക്കും.